പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു കൊറിയൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റേത് ചെറുതായതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. അതൊന്ന് നല്ലോണം ബോയിൽ ചെയ്തെടുക്കുക. എങ്ങനെയായാലും മതി, ആവി കുളിച്ചാലും മതി, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ടത് വെന്ത ശേഷം നല്ലോണം ഉടച്ചെടുക്കുക. അതിലേക്ക് കോൺഫ്ലവർ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുക കേട്ടോ. കോൺഫ്ലവർ അല്ല അതിൽ ശരിക്കും ആഡ് ചെയ്യേണ്ടത്, ഇത് പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉണ്ട്, അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്തതാണ്. അത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം നമ്മൾ മാവിൻ്റെ രൂപത്തിൽ നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഷേപ്പിൽ ചെയ്തെന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം അത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്, അല്ലാണ്ട് നല്ലോണം തിളയ്ക്കൊന്നും വേണ്ട. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. തണുത്ത വെള്ളം ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റിയിടും. ഇനി ഇതിലേക്കൊരു ഗാർലിക് സോസ് നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിലും ഒലീവ് ഓയിൽ അതിലേതായാലും ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സോസ് ഒഴിക്കുന്നത്. കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സോസ് റെഡി ആയി കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാഗി അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. മാഗി നൂഡിൽസൊക്കെ കഴിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു തരം റെസിപ്പിയാണ്. അങ്ങനെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു മിക്സില്ലേ, അതിലേക്ക് ഈ സോസ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സോസ് കൂട്ടി അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അത് നല്ലോണം ആ സോസിൽ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് ഉള്ളത്. പിന്നെ എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.